UDF-ൽ ചേക്കേറാൻ CPI-യിൽ മുറവിളി ഉയരുകയാണ്. UDF-ലേക്ക് ചേർന്നില്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ CPI-യുടെ കൊടിയും പടവും തോരണവും കേരളത്തിൽ അവശേഷിക്കില്ല എന്നതാണ് പാർട്ടിയുടെ തിരിച്ചറിവ്. CPM ഇല്ലാതാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ CPI ഇല്ലാതാകുമെന്നതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ 14 ജില്ലകളിലും കൂടിയ ജില്ലാതല കമ്മിറ്റി യോഗത്തിൽ ഒരേ വികാരമാണ് പുറത്തു വരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്നും പുറത്താക്കാതെ ഇനി LDF-ൽ നിന്നിട്ട് കാര്യമില്ല എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. സർക്കാരിനെതിരെയല്ല, മറിച്ച് പിണറായി വിജയനെതിരെയുള്ള വിധിയെഴുത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നതാണ് CPI-യുടെ ചിലരുടെ അഭിപ്രായം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI മത്സരിച്ച 4 സീറ്റുകളിലും CPM കാലുവാരി എന്നതാണ് CPI കരുതുന്നത്. തിരുവനന്തപുരത്ത് CPM പ്രവർത്തകരിൽ നിന്നും ഏറിയ ഭാഗവും കോൺഗ്രസിനും BJP-ക്കുമാണ് വോട്ട് പോയത്. മാവേലിക്കരയിൽ CPM വേണ്ട വിധത്തിൽ ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നതാണ് CPI-യുടെ നിഗമനം. വയനാട്ടിൽ CPM വോട്ടുകളിൽ 40% രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്നതാണ് അവിടുത്തെ കണ്ടെത്തൽ. തൃശൂരിൽ CPI മാത്രമാണ് LDF-ൽ പ്രചരണത്തിൽ മുന്നിൽ നിന്നതെന്നും വലിയൊരു വിഭാഗം ഈഴവ അനുഭാവ CPM വോട്ടുകൾ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് പോയി എന്നതാണ് വിലയിരുത്തൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF തരംഗമുണ്ടായാൽ CPI കേരളത്തിൽ 2 or 3 സീറ്റിൽ ഒതുങ്ങുമെന്നതാണ് റിപ്പോർട്ടുകളും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലെല്ലാം ഭൂരിപക്ഷം UDF-നായിരുന്നുവെന്നതും CPI-യുടെ ഭാവി സാധ്യതകൾ ഇല്ലാതാക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. മുൻപ് കേരളത്തിന് പുറമെ പഞ്ചാബ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ CPI-ക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. നിലവിൽ കേരളം വിട്ടാൽ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് CPI-ക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളത്. CPM-ന്റെ തണൽ പറ്റി ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നതാണ് CPI-യിലെ പൊതുവികാരം. CPM-ന്റെയും DYFI-യുടെയും ആധിപത്യത്തിനുള്ളിൽ CPI-ക്ക് വളരാൻ ഇടമില്ലാതായി. AIYF എന്ന പ്രസ്ഥാനത്തിന് നേതാക്കളില്ല. യുവജന പ്രസ്ഥാനത്തിൽ ആളോ അനക്കമോ ഇല്ലാതെയായി. CPI-യുടെ വിദ്യാർത്ഥി സംഘടന വെറുമൊരു പേപ്പർ സംഘടനയായി മാറി. പാർട്ടിയുടെ വനിതാ പ്രസ്ഥാനത്തിൽ 1000 പേർ തികച്ചുണ്ടോ എന്ന ചോദ്യവും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മോശം ഭരണം കാഴ്ചവെച്ചിട്ടും പിണറായി വിജയനെ സംരക്ഷിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന CPM നേതൃത്വത്തിന്റെ നിലപാടിനോട് യോജിക്കാനാവില്ല എന്നതാണ് CPI-യുടെ പൊതുവികാരം.